ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. അഭിലാഷ് പറഞ്ഞു കേട്ടതിലും മനസ്സിലാക്കിയെടുത്തതിലും വലിയ ബുദ്ധിമുട്ടാണോ ഈ സീസൺ? അതോ പ്രതീക്ഷിച്ച അത്രയും ഇല്ലേ? പ്രതീക്ഷിച്ച ഇത്രയും കൂടി ഈസി ആയിരിക്കും എന്നാണ് ബിഗ് ബോസ്. ഫസ്റ്റ് വീക്ക് ഒരു കൊടുമുടി എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ചെപ്പലൊന്നും ഇടാതെ നടന്നുകൊണ്ടിരുന്നത്. ഓഡീഷനിൽ കണ്ടതിലും നിന്ന് ഒത്തിരി വ്യത്യസ്തനാണ് ഇപ്പൊ കാണുന്ന അഭിലാഷ്. അത് എന്തുകൊണ്ടാണ് എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. ദേഷ്യപ്പെട്ട് ഫസ്റ്റ് വീക്കിൽ നിന്നു ഇവിടെ. അപ്പൊ ലാലേട്ടൻ പറഞ്ഞിരുന്നു ആങ്കർ കൺട്രോൾ ചെയ്യണമെന്ന്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഇഷ്ടപ്പെടുമോ, ഫാമിലിക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ഓർത്ത് ഞാൻ ആങ്കർ കുറച്ചു. പിന്നെ പെയിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങ് കുറഞ്ഞു പോയതാണ് എന്ന് അഭിലാഷ് പറയുന്നു. അതല്ലാതെ സ്വന്തം മുഖം മറച്ചു വെച്ച് അഭിലാഷ് കളിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് ബിഗ് ബോസ് ചോദിക്കുന്നു. അല്ല ബിഗ് ബോസ്, ഒരിക്കലും ഇല്ല. ഞാൻ ഭയങ്കര ഗെയിം സ്പിരിറ്റ് ഉള്ള വ്യക്തിയാണ്. കളിച്ചിട്ട് പിന്നെ തോറ്റു പോകുമ്പോൾ ആകെ ഡൗൺ ആയി പോകുന്നതാണ്. പിന്നെ വൈഫിന്റെ ഫേസ് ഒന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അഭിലാഷിനെ കോൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ബിഗ് ബോസ് സംസാരിച്ച കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളിപ്പോൾ കേട്ടത്. പിന്നെ അഭിലാഷിനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ ആരുമായിട്ടെങ്കിലും കണക്ട് ആവാൻ പറ്റാത്തതായിട്ട് വല്ലതും ഉണ്ടോ എന്ന്. ആ സമയം അഭിലാഷ് അക്ബറുമായിട്ടാണ് കണക്ട് ആവാത്തതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അഭിലാഷിനെ ബിഗ് ബോസ് ആശ്വസിപ്പിച്ച് മോട്ടിവേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. നിങ്ങൾ മികച്ച മത്സരാർത്ഥിയാണ്, സ്ഥിരം എല്ലാ സീസണിലും കാണുന്ന കാഴ്ചയാണ്, എന്ത് സങ്കടവും എന്നോട് പങ്കുവെക്കാം എന്നുള്ള രീതിയിലൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് അക്ബറിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ഏറെക്കുറെ സെയിം കാര്യങ്ങൾ തന്നെ ചോദിച്ചും പറഞ്ഞും ഒക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ്. എനിക്ക് തോന്നുന്നു എല്ലാവരെയും വിളിച്ച് ഇതേപോലെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു മോട്ടിവേഷൻ സെഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.